വെച്ചിട്ടുള്ള ഈ സീഡുകൾ കൊണ്ട് നിങ്ങളെ സ്പേം ക്വാളിറ്റി മാറ്റാൻ പറ്റും. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളെല്ലാം അടച്ചുപൂട്ടി നേരെ ജ്യൂസ് ബാർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ പറ്റി സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. ഞാനൊരു ന്യൂട്രീഷനേറ്റർ ഒന്നുമല്ല. ഈ പറയുന്ന ഈ ജ്യൂസ് മാത്രം കഴിച്ചുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയല്ല. ഈ പറയുന്ന ഫുഡൊക്കെ നല്ലത് തന്നെയാണ്. ഇതിൽ നിറയെ മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒമേഗ 3 പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഓവറോൾ ഹെൽത്തിന് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഡ്രിങ്ക് മാത്രം കഴിച്ചുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ പറ്റും എന്ന് പറയുന്നതിലാണ് പ്രശ്നം കിടക്കുന്നത്. മെയിൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് സ്റ്റൈലാണ്, അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അതുകൂടാതെ ഹോർമോണൽ ഇംബാലൻസ്, അതുകൂടാതെ വെരിക്കോസിൽ പോലുള്ള ഇൻഫെക്ഷനുകൾ, പിന്നെ എൻവയോൺമെന്റൽ ടോക്സിൻസ്. പറഞ്ഞ കാരണങ്ങളൊക്കെ മാറ്റാൻ ഈ മാജിക്കൽ സീഡ്സിന് പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനെ വളരെ ലഘൂകരിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടും. ഈ കുറേ കാലമായിട്ട് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കപ്പിൾസ് ഉണ്ടല്ലോ, അവരിത് കണ്ടിട്ട് ഇത് മാജിക്കൽ ഡ്രിങ്ക് ആണ്, ഇത് മാത്രം കഴിച്ചാൽ മതി എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകും. അവരവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ ശ്രദ്ധിക്കില്ല. ഈ സിഗരറ്റ് വലിച്ച്, ബീഡി വലിച്ച്, ജങ്ക് ഫുഡ് കഴിച്ച്, വ്യായാമം ചെയ്യാതെ നടക്കുകയും ഈ ഡ്രിങ്ക് മാത്രം കഴിക്കുകയും ചെയ്യുന്ന ശീലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സീരിയസ് ആയിട്ടുള്ള ഇത്തരം മാറ്ററുകളെ വളരെ ലഘൂകരിച്ച് പറയുന്നതും ശരിയല്ലാത്ത കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സ്പേം അനാലിസിസ് നടത്തി നിങ്ങൾ സ്പേം ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി അതിനുതകുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള മാജിക്കൽ ഡ്രിങ്ക് കഴിച്ച് മാറ്റാൻ പറ്റും ചോദിച്ചാൽ അത് മാറ്റാൻ പറ്റില്ല. ഇത് ഓവറോൾ ഹെൽത്തിന് നല്ലതായിരിക്കും, പക്ഷേ ഇത്തരത്തിലുള്ള കണ്ടീഷനുകൾക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള റീൽസ് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യുക. ഇതുപോലെ മാജിക്കൽ ഡ്രിങ്ക്സിന് പിന്നാലെ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.